Hi friends, Assalamu alaikum. Welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 1 kg ടോൾ കേക്കിൻ്റെ വിശേഷങ്ങളാണ്, അതിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ അതിൽ ഒരു കസ്റ്റമൈസ്ഡ് ഡിസൈനാണ്, കുറച്ച് പിയോണി ഫ്ലവേഴ്സും അധികം ഫ്ലവർ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ലീവ്സ് നമുക്ക് ഫൊണ്ടൻ്റ് കൊണ്ട് ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ടൂൾസ്, അത്യാവശ്യം വേണ്ട ടൂൾസാണ് ഇതെന്ന് പറയുന്നത്. അധികം റേറ്റ് ഒന്നുമില്ല, പറ്റുന്നുണ്ടെങ്കിൽ മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ഫൊണ്ടൻ്റ് കുറച്ചൊന്ന് പരത്താൻ വേണ്ടിയിട്ട് വൈറ്റ് ഫൊണ്ടൻ്റാണ് എടുത്തിരിക്കുന്നത്. ഒരു ഗോൾഡൻ ലീവ്സാണ് വേണ്ടത് അതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് ഫൊണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. കുറച്ച് CMC പൗഡറും കുറച്ച് കോൺഫ്ലവറും ഇട്ടിട്ടാണ് ഫൊണ്ടൻ്റ് അധികം ചെയ്യുന്നത്. എന്നാലാണ് നമുക്ക് അധികം മെൽറ്റ് ആവാതെ, പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റിൽ അധികം മെൽറ്റായി പോവാതെ നല്ല സ്റ്റിഫായിട്ട് നമുക്ക് കിട്ടുള്ളൂ. CMC പൗഡറും ഇടണം. കോൺഫ്ലവർ തന്നെ ഇട്ടിട്ട് ഞാൻ നോക്കി, പക്ഷേ നന്നായി അത് ലൂസായി പോണ പോലെ തോന്നി. അപ്പോൾ കുറച്ച് CMC പൗഡറും ഇട്ടിട്ടാണ് ഇത് പരത്തുന്നത്. അങ്ങനെ പരത്തി നമുക്ക് ലീവ്സിൻ്റെ കട്ടറുണ്ട്, അത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് ലീവ്സിൻ്റെ കട്ടർ എന്ന് പറയുന്നത്. ഇതും ഒരു 3 സെറ്റായിട്ടാണ് ഇതിൽ വരുന്നത്. കുറച്ച് വലുത്, പിന്നെ ഒരു മീഡിയം സൈസ്, പിന്നെ ഒരു ചെറിയ സൈസ്, അങ്ങനെ ഒരു 3 സൈസിലാണ് ലീവ്സ് വരുന്നത്. അപ്പോൾ ഒരു മീഡിയം സൈസ് ലീഫിൻ്റെ കട്ടറാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം ഉള്ളിലോട്ട് നമ്മൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലാണ് ആ ലീവ്സിൻ്റെ ഡിസൈൻസ് ഒക്കെ ആ ഫൊണ്ടൻറ്റുമ്പോൾ ശരിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം അതുമൊന്ന് ഈ കട്ടറുമൊന്ന് ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ ഇതുപോലെ കണ്ട ലീവ്സിൻ്റെ ഡിസൈൻസൊക്കെ അതുമ്പോൾ നന്നായി വരും. അപ്പോൾ അങ്ങനെ കുറച്ച് ലീവ്സ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. പിന്നെ ഒരു 2-3 ചെറിയ സ്മോൾ സൈസിലുള്ള ലീവ്സും വെച്ചിട്ടുണ്ട്. കുറച്ച് ഒരു 2-3 പീസ് കുറച്ച് വലുതായിട്ടും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, പല സൈസിൽ ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ലീവ്സൊക്കെ ഏകദേശം റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനിയെന്ന് പറയുന്നത് നമ്മുടെ പിയോണി ഫ്ലവേഴ്സിന് സാധാരണയായിട്ട് വളരെ നൈസായിട്ടുള്ള ലീവ്സാണ് എടുക്കുന്നത്. അപ്പോൾ ആ ലീവ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് നന്നായി ഇങ്ങനെ പരത്തിങ്ങനെ കൊടുക്കാൻ പറ്റും. ഇതുപോലെ അതിൻ്റെ എഡ്ജൊക്കെ നന്നായി കറക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ. പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങി യൂസ് ചെയ്ത് നോക്കുക എല്ലാവരും. ഇതാക്കണ്ട, ഇതുപോലെ വളരെ കനം കുറഞ്ഞ് നല്ല ഭംഗിയുള്ള ലീഫ് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും.
പിന്നെ ലീവ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു ബോ ചെയ്യണം, പിന്നെ കുറച്ച് വലിയ ബോൾസുമായിട്ട് അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്ത് ഒരു ഡിസൈൻ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ലീവ്സ് നമുക്ക് ഒരു ഫ്ലോറൽ വയറാണത്, അതുമ്പോൾ നമുക്കൊരു 4 ഇലകൾ വെക്കാവുന്ന രീതിയിൽ ഞാനിത് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 4 സ്റ്റെമ്മായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 എണ്ണമായിട്ടും പിന്നെ 3 എണ്ണമായിട്ടും അങ്ങനെ സൈഡിലൊക്കെ വെക്കാവുന്ന രീതിയിൽ. അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലീഫ് ഇതുമൽക്ക് ഇങ്ങനെ ഈ വയറേമൽക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇത് ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്ന കേക്കിലും യൂസ് ചെയ്യുന്നുണ്ട്. ക്രാഫ്റ്റിലാണ് മെയിനായിട്ട് അധികമായിട്ടും കണ്ടിട്ടുള്ളത്. അപ്പോൾ യൂസ് ചെയ്യുന്ന ഈ വയറാണ്, നമുക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യത്തേമിൽ 4 ലീഫ് ആണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 3 എണ്ണം വെക്കാവുന്ന രീതിയിൽ 2 ഇങ്ങനത്തെ വയർ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ലീഫൊക്കെ അതുമ്പോൾ ഫിറ്റ് ചെയ്ത് വെക്കാം. ഇതുമ്പോൾ പിന്നെ കുറച്ച് വലിയ ലീഫാണ് വെച്ചിരിക്കുന്നത് ഫസ്റ്റ്, പിന്നെ അതിൻ്റെ ചെറുത്, പിന്നെ അതിൻ്റെ ഇടത്തരം, അങ്ങനെ ഒരു 3 സൈസിലുള്ള ലീഫാണ് ലാസ്റ്റത്തെ ഈ വയറുമ്മൽ ഫിറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതുപോലെ ഒരു 3 എണ്ണം ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് ഫൊണ്ടൻ്റ് ഉണ്ട്, അത് നമുക്ക് സൈഡിലൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ബേബി ബ്രീത്ത് 2-3 എണ്ണം വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഗ്രീൻ ലീഫ് വേണമെന്നുണ്ടെങ്കിൽ സൈഡിൽ വെച്ച് കൊടുക്കാൻ അത് കട്ട് ചെയ്ത് നമുക്ക് സൈഡിലൊക്കെ വെച്ച് കൊടുക്കാം. ബാക്കിയുള്ളത് ഈ ഫൊണ്ടൻ്റ് കൊണ്ട് ചെയ്തതും കൂടി വെക്കാം. അപ്പോൾ നമ്മുടെ ലീഫും ബോൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ടൂൾസ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. കുറച്ചും കൂടി ഭംഗി കിട്ടും നമുക്ക് ആ ലീഫിനൊക്കെ. ഇതുപോലെ സൈഡും അതിൻ്റെ എൻഡിങ് പോർഷനൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ഗോൾഡൻ്റെ ഡസ്റ്റും കൂടി ബ്രഷ് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേക്കിന്. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സൈഡിൽ ബോ പോലെ വെക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്ലാക്ക് ഫൊണ്ടൻ്റാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതുപോലെ തന്നെ CMC പൗഡർ ഇട്ടിട്ട് ഒന്ന് നന്നായി പരത്തി കൊടുക്കാം. എന്നിട്ടൊരു ബോയുടെ ഒരു മോൾഡ് ഉണ്ട്, അതിൽ ഒരു 6 ഡിസൈനാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ കുഴപ്പമില്ലാത്ത ഒരു 2ാമത്തെ ഡിസൈന് എനിക്കതിന് ഫിറ്റാന്ന് തോന്നി. അപ്പോൾ അതിൽ നമുക്ക് ഈ ഫൊണ്ടൻ്റ് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിൽ നമുക്ക് ബോ കിട്ടും. അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് ബോ ഷേപ്പിൽ അത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ജോയിൻ്റ് ചെയ്യുന്ന രീതിയിൽ 2 റിബണിൻ്റെ ഫീല് കൊടുക്കുന്ന രീതിയിൽ 2 കനം കുറഞ്ഞിട്ട് വളരെ തിക്ക് കുറവിൽ ഫൊണ്ടൻ്റ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് പരത്തിയതിന് ശേഷം 2 ചെറിയൊരു റിബൺ പോലെ 2 ലെയറായിട്ട് കട്ട് ചെയ്ത് എടുക്കാം.
അപ്പോൾ ബോയ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗോൾഡൻ ഡസ്റ്റ് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അത് ലൈം ജ്യൂസിൽ ഞാൻ മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ലീഫുമ്മലും ബോൾസ് നമ്മൾ ഉണ്ടാക്കി വെച്ചുമ്മലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഗോൾഡൻ ലീവ്സ് വരുമ്പോൾ തന്നെ കേക്കിനൊരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും. അപ്പോൾ അതാ ഇതുപോലെ ചെറുതായിട്ട് ഞാനിവിടെ ലൈം ജ്യൂസിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് അതുമ്മ കളർ ചെയ്ത് കൊടുക്കാം. വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എയർ ബ്രഷ് ചെയ്യാന്നുള്ള രീതിയിലാണ് കേക്ക് സെറ്റ് ചെയ്തിരുന്നത്. പക്ഷേ എയർ ബ്രഷിൽ ഞാനൊരു മാജിക്കിൻ്റെ ഗോൾഡൻ കളറാണ് യൂസ് ചെയ്തത്. പക്ഷെ നന്നായി അത് നിങ്ങൾക്ക് തന്നെ കാണാൻ അറിയാം, മേലെ നന്നായി കട്ടിയിലാണ് കളർ വന്നിരുന്നത്. പക്ഷെ അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ തംബ്നെയിലും ഇട്ടിരുന്നത്. നന്നായി അതിൽ പണി കിട്ടിയിരുന്നു. അപ്പം ഞാൻ മാജിക്കിൻ്റെ തന്നെ വേറൊരു പീച്ച് കളറും പിന്നെ ഒരു ഗോൾഡൻ യെല്ലോ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ ഐസിങ് ലാസ്റ്റ് ചെയ്യുന്നത്. നല്ലൊരു കളറായിരുന്നു. ഒരു ലൈറ്റ് പീച്ച് തന്നെയായിരുന്നു എൻ്റെ പിയോണി ഫ്ലവറും ഇതിൽ വെക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഈ കേക്കിൻ്റെ കളറും പിന്നെ ആ ഫ്ലവറിൻ്റെ കളറും കൂടിയായപ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ റോയലാണ് ഞാൻ വിവോ റോയലാണ് ഐസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. പക്ഷേ അതും ഇന്ന് നന്നായി അത് മെൽറ്റ് ചെയ്ത് വളരെ ലൂസായിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഐസിങ്ങിനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു സെറ്റ് ആവാനും ഒക്കെ. എന്നാലും കുറച്ചധികം നേരമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഏകദേശം അതിന് ശേഷമാണ് ഞാനത് ഡെലിവർ ചെയ്തത്. പക്ഷെ നിങ്ങൾക്കറിയാം, കണ്ട സൈഡും എഡ്ജൊക്കെ കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയില്ല. ഒരു ക്രീമിൻ്റെ ഈ ഒരു പ്രോബ്ലം കാരണം. ചില സമയത്ത് ഫിയോണ ഞാൻ പല വട്ടമായിട്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ റോയലിലാണ് പണി കിട്ടിയത്. അപ്പോൾ ഫ്ലേവർ വെക്കാനുള്ള ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് ഫ്ലേവർ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്ത ലീഫും ഫ്ലവറും എല്ലാതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 18th ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഫൊണ്ടൻറ്റ് കട്ട് ചെയ്ത് വെക്കാൻ അവർ പറഞ്ഞിരുന്നു, ഡിമാൻഡ് ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് പിയോണി ഫ്ലവേഴ്സും അതിൻ്റെ തന്നെ ചെറിയൊരു സൈസിലുള്ളതാണ് അടിയിൽ വെച്ചേക്കണത്. ഒരു വലിയൊരു പിയോണി ഫ്ലവർ സെൻറ്ററിലായിട്ടും വെച്ചു. പിന്നെ 2 റോസ് ഫ്ലവറും സെൻറ്റഡ് ഫ്ലവർ തന്നെയാണ്. റോസ് ഫ്ലവറും ഒരു റെഡും വൈറ്റും ബാക്കിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറീസിൻ്റെ 2 സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത ഈ ഫൊണ്ടൻറ്റിൻ്റെ ചെറിയ ചെറിയ ബോൾസും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പ്രിങ്കിൾസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ച് സൈഡിലായിട്ട് സ്പ്രിങ്കിൾസും മിക്സ്ഡ് ആയിട്ടുള്ളത് ഒരു വൈറ്റും ഗോൾഡനും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്പ്രിങ്കിളായിരുന്നു. അത് ഞാൻ സൈഡിലും ഇവിടെയൊക്കെ ആയിട്ട് ഫ്രണ്ടിലൊക്കെ ആയിട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു കളറ് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഫ്ലവറിന് പറ്റിയൊരു കളർ തന്നെ കിട്ടി. പക്ഷേ എയർ ബ്രഷ് ഞാൻ കുറച്ച് ആ കളറ് മിക്സ് ചെയ്ത കാരണം ചെറിയൊരു ഗ്ലേസിങ്ങും ഉണ്ടായിരുന്നു കേക്കിന്. ഇതാണ് ഇന്നത്തെ കേക്കിൻ്റെ വിശേഷങ്ങൾ. 1 kg 6 ഇഞ്ചിൻ്റെ മോൾഡിൽ 4 ലെയറായിട്ട് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അത്യാവശ്യം ഹൈറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.